and me, I was a rebel child, like Yeah, we all know. അപ്പോൾ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവരെ ഇൻ ദ പ്രോസസ്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഏജിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അമ്മയായിട്ട് തല്ലൂടി വാശി പിടിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ ഇമോഷൻസും ഡയറക്റ്റ്ലി കാണിക്കാൻ പറ്റുന്ന, അതായത് ഒരു രീതിയിലും അവർക്ക് നമ്മളെ വെറുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നുറപ്പുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എടുക്കുന്ന ആ സ്വാതന്ത്ര്യം, ആ സ്പേസ്, അത് കഴിഞ്ഞ് വളർന്നൊരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മളെന്നും അതിൻ്റെ ബാക്കിയാണെന്നും ഒക്കെ മനസ്സിലാവുന്ന, അവരെ ഒരു അമ്മ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ത്രീയായും ഒരു ഇൻഡിവിജ്വലുമായും ഒക്കെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു ഏജാണല്ലോ ഇൻ ലൈഫ് ഓൾസോ. സോ ആ and me, I was a rebel child, like Yeah, we all know. അപ്പോൾ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവരെ ഇൻ ദ പ്രോസസ്. when growing up, I have been very എന്താ പറയുക immature. ഞാൻ എന്താ പറയുക അങ്ങനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് അതൊക്കെ തിരിച്ചറിയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണല്ലോ. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന at the end നമ്മൾ വന്ന് അടിയുന്നതും അവിടെ തന്നെയാണ്. അത് ഇതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് സരസമ്മയായിട്ട് ഉള്ള ആ ബോണ്ട് വാസ് വെരി വെരി എസെൻഷ്യൽ ഫോർ മീ ഇൻ ദിസ് ഫിലിം. വെൻ വി വർ അവരായതിൻ്റെ ഒരു വളരെ വലിയ ഗുണം എനിക്കുണ്ടായിട്ടുണ്ട്. വെൻ വി വർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. എൻ്റെ അമ്മമ്മയുടെ, അതായത് എൻ്റെ അമ്മയുടെ ചായ ഉണ്ട് കുറച്ച് ശരിക്കും. അതെ, എനിക്ക് തോന്നുന്നു അമ്മ കുറച്ചും കൂടെ ഒന്ന് സരസമ്മയുടെ പ്രായമാകുമ്പോൾ അതുപോലെ ഇരിക്കുന്നു തോന്നുന്നു എനിക്ക് ചില സമയത്ത്. എൻ്റെ അമ്മമ്മയുടെ ഒക്കെ ഒരു ചായ ഉണ്ട് ശരിക്കും. ആൻഡ് അതിലത്തെ ക്യാരക്ടർ പോലെ തന്നെയാണ്. ഷീ ഈസ് ഓൾസോ എൻ ആർട്ടിസ്റ്റ് ഹു ഹാസ് ബിൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ സം 60 years. അപ്പോൾ എന്നെ ശരിക്കും അവരുടെ ഒരു തലമുറക്കാരി ഇന്നത്തെ കാലത്ത് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഭയങ്കര കെയറിങ് ആയിട്ടാണ് നമ്മളോട് ഇടപെടുന്നതും നമ്മളോട് സംസാരിക്കുന്നതും നമുക്ക് അഡ്വൈസ് തരുന്നതും. ഷീസ് സിൻസിയർലി വറീഡ് അബൌട്ട് മീ ഫ്രം ഹെർ ജേർണി. അതെല്ലാം ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇപ്പോൾ അതിൽ അമ്മ അവളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് അവൾക്ക് കിട്ടുന്ന ഒരു ധൈര്യവും ഒരു കാംനെസ്സും ഉണ്ടല്ലോ, അത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു പോയിന്റിൽ ലൈക്ക് അമ്മയ്ക്ക് എന്നെ മനസ്സിലാവില്ല എന്നൊക്കെ ഉള്ള സ്പേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പാരൻസ് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് വേറെയാണല്ലോ. സോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സും റിബലിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ എൻ്റെ പാരൻസിൻ്റെ ഒരു ബിലീഫും ട്രസ്റ്റും ഉള്ളതിൻ്റെ വലിയ ഗുണമുണ്ട് എനിക്ക് ലൈഫിൽ. അപ്പം അതും ഇതിൽ കാണുമെന്ന് തോന്നുന്നു എനിക്ക്. ഹൗ ഷീ ട്രസ്റ്റ് ഹെർ ഡോട്ടർ with her actions and how she stands by her in spite of how traditional she is in her belief system. അതിൻ്റെ ഒക്കെ മറികടന്ന് മകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.